അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനാബ് ടി കെ അഹമ്മദ് കുട്ടി ഹാജി അവർകളെ, സമാദരണീയനായ സമസ്ത ജമിയത്തുൽ ഉലമ കേന്ദ്രം ഷാഹ്നൂർ, ദാവൂദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഉസ്താദ് ഡോക്ടർ വഹാബുദ്ദീൻ നദ്വി അവർകളെ, ബഹുമാനപ്പെട്ട മുഖ്യാതി ഷെരീഫ് വാവാഡ്, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഹൈത്തമി, ബഹുമാനപ്പെട്ട നാസർ ഫിസി കൂടത്തായി, ഖലീൽ ഹുദവി, ചെയർമാൻ സി പി അബ്ദുള്ള ഖത്തങ്ങൾ, കോതൂർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ടി കെ മുഹമ്മദ് മാസ്റ്റർ, കെ സി ബഷീർ അമ്പായത്തൂർ, ആർ കെ മൊയ്തീൻ കോയ സാഹിബ്, പി ടി മുഹമ്മദ് ഹാജി, അബ്ദുൽ മജീദ് സാഹിബ്, സി പി അലങ്ക, അബ്ദുൽ മജീദ് മുസ്ലിയ, കെ കെ നാസർ, മറ്റു കെ മയുടെ ഭാരവാഹികളെ, അഭിവന്ദന ഉസ്താദുമാരെ, ഇവിടെ ഖിറാത്ത് നടത്തിയ ഹാഫിദ് ജുനൈദ് പെൻപള്ളി, യു പി അബൂബക്കർ കുട്ടി ഫൈസി, അബ്ദുസമദ് ഹാജി, വേദിയിലും സദസ്സിലും വിഷായ വിശ്വ വ്യക്തിത്വങ്ങളെ, വന്യരായ ഉമറാക്കളെ, ഇന്നിവിടെ കലാമി ബിരുദം ഏറ്റുവാങ്ങുന്ന യുവ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള നാട്ടുകാർ, KMO ഇസ്ലാമിക് അക്കാദമിയുടെ 10ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. 4 ദിവസങ്ങളായി നടന്നു വരുന്ന പരിപാടികൾ പ്രഗത്ഭരായ അലിമീങ്ങളും സദാത്തുക്കളും ഇഷ്ട വ്യക്തിത്വങ്ങളും, അതുപോലെ തന്നെ വിവിധ സെഷനുകൾ കൊണ്ട് അനുഗ്രഹീതമായി. നമുക്കറിയാം, KMO അനാഥ അഗതി സംരക്ഷണ രംഗത്ത് കാലങ്ങളായി വളരെ മാതൃകാ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മഹത്തായ സ്ഥാപനമാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ യതീംഖാനയായിക്കൊണ്ട് യതീംകൾക്കും അഗതികളായ മക്കൾക്കും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരു ജീവിതം നൽകിക്കൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിൻ്റെ അഭിമാനമായി ഉയർന്നിരിക്കുകയാണ്. ഈ യതീംഖാന കമ്മിറ്റി ഇവിടെ കഴിഞ്ഞ 10 വർഷങ്ങളിലായി ദാർഹുദയുടെ ജൂനിയർ കോളേജ് ഇവിടെ സ്ഥാപിക്കുകയും ഒട്ടേറെ വിദ്യാർത്ഥികൾ, 200-ലേറെ വിദ്യാർത്ഥികൾ ഇന്നിവിടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നേടിക്കൊണ്ട് അവരിലെ ഫസ്റ്റ് ബാച്ചിൻ്റെ സന്നദ്ധാന പരിപാടിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന മഹത്തായ സ്ഥാപനം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് കേരളക്കരയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും മലയാളി മക്കൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ആ സമന്വയ വിദ്യാഭ്യാസം നേടുവാനും അങ്ങനെ വലിയ ഉന്നത പണ്ഡിതന്മാരായിക്കൊണ്ട് ഇന്ന് കേരളത്തിന് അകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അന്തർദേശീയ തലങ്ങളിലുമൊക്കെ തന്നെ വിവിധ മേഖലകളിൽ വളരെ വലിയ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ദാർഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ ഇന്ന് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പിഞ്ചുമക്കൾക്ക് അതുപോലെ അറിവും വിദ്യാഭ്യാസവും മതവിജ്ഞാനവും നൽകിക്കൊണ്ട് ഒരു വലിയ അവരുടെ ഭാവി തലമുറയെ നയിക്കുവാൻ പ്രാപ്തരായ പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത്
ഇവിടെ കേരളത്തിൽ നിന്നും പഠിച്ചു പോയ ഉദവി പണ്ഡിതന്മാരാണ്. വളരെ ത്യാഗപൂർണമായ സേവനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമാന്തരങ്ങളിൽ യാതൊരുവിധ സൗകര്യങ്ങളില്ലാത്ത ആ പ്രദേശങ്ങളിലെ നമ്മുടെ മുസ്ലിം മക്കൾക്ക് വിദ്യാഭ്യാസവും മതവിജ്ഞാനവും നൽകിക്കൊണ്ട് അവരുടെ ആ മുസ്ലിം സമൂഹത്തിന് ഭാവിയിലെ ആത്മീയവും ഭൗതികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ, അതുകൊണ്ട് തന്നെ അവർക്കൊരു ആത്മാഭിമാനം വളർത്തിക്കൊണ്ടുവരിക, ആ വലിയ ലക്ഷ്യത്തിലേക്കാണ് ദാർഹുദ സ്ഥാപനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപകരായ മഹാന്മാരായ ബാപ്പുട്ടി ഹാജി, എം ബഷീർ മുസ്ലിയ, CH ഹൈദ്രോസ് മുസ്ലിയ, അതുപോലെ തന്നെ ആ സ്ഥാപനവും ഇവിടെ വളർത്തിക്കൊണ്ടുവന്നവർ അവരുടെ ആ വലിയ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ KMOയിലെ സംഘാടകർക്കും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കുമൊക്കെ തന്നെ ഒരു വലിയ അഭിമാന നിമിഷമാണിത്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കലാമി ബിരുദം കരസ്ഥമാക്കുകയും തുടർ പഠനത്തിനായി ദാർഹുദ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ, അങ്ങനെ പ്രഗത്ഭമതികളായ അലിമിങ്ങളായിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹീതമായ പ്രസ്ഥാനം, നമ്മുടെ മഹർദന്മാരായ അലിമിങ്ങളും സദാത്തുക്കളും നമുക്ക് കാണിച്ചു തന്ന പാതയിൽ നമ്മുടെ ഉംറ സമൂഹവും ഒറ്റക്കെട്ടായി എല്ലാ അർത്ഥത്തിലും ദീനിനും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി സേവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെയും ഉത്തരോത്തര പുരോഗതിയിലേക്ക് നയിക്കുവാനും ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ സാമ്പത്തികമായ പരാധീനതകൾ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കൊടുവള്ളിയും ഇതിൻ്റെ പരിസരവും ഒക്കെ തന്നെ മഹർദന്മാരായ അലിമിങ്ങളുടെയും ഉമറാക്കളുടെയും ഒക്കെ ആ മഹനീയമായ ആ പ്രവർത്തന പാരമ്പര്യത്തിൽ വളരെ വലിയ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ സ്ഥാപനത്തെയും നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ ആത്മാർത്ഥമായി പിന്തുണച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സഹായിക്കുവാനും സഹകരിക്കുവാനും, അങ്ങനെ വരും തലമുറകളിൽ ആ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ഇവിടെ നിന്ന് കലാമി ബിരുദമേറ്റുമാകുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾ തുടർ പഠനത്തിലും ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ദീനിനും സമുദായത്തിനും സമൂഹത്തിനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുവാനും, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ അവരുടേതായ ആ ഒരു വലിയ സേവനമർപ്പിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ, സമസ്ത കേരള ജംഇയ്യത്തുൽ അലിമീങ്ങൾ, അതുപോലെ തന്നെ കൊടുവള്ളി മുസ്ലിം യത്തീംഖാനയുടെ സ്ഥാപകരായ ഉലമാക്കൾ, ഉമറാക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും അവർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉന്നതിയിലാക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾ അള്ളാഹു ശിഫാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് മാറട്ടെ. ഈ കൊടുവള്ളി മുസ്ലിം യത്തീംഖാനക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമൊക്കെ സഹായിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ സന്നദ്ധാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.